ഒരു ജനാധിപത്യ ധ്വംസനം നടത്തിയിരിക്കുക. ജനാധിപത്യം എന്ന് നമ്മൾ പറയുമെങ്കിലും അവിടെ മറ്റൊരു ചോയ്സ് ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം അതാണ് വർഷങ്ങളായിട്ട് EMS കാർമ്മികനായിട്ട് സൃഷ്ടിച്ചെടുത്തൊരു ജില്ലയാണല്ലോ. അപ്പൊ അങ്ങനെ അത് സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് ഇനിയിപ്പോ അവർ കട്ടിങ് സൗത്തിന്റെ കാര്യമൊക്കെ പറയാനുള്ള ശക്തി അവർക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ ഇലക്ഷനിൽ കാണുന്നത്. ഇപ്പോ നമുക്കറിയാം 34 MLA മാർ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് അല്ലെ. അതിൽ 22 ലീഗിന്റെ സംഭാവന. 22 ലീഗിന്റെ സംഭാവനയാണ്. പിന്നെ കോൺഗ്രസിന് എന്തോ 8-9 പേര് അല്ലെ, 8-9 പേര്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്. അപ്പോ ഏറ്റവും അങ്ങനെ അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. സംഘടിച്ചു നിന്നുകൊണ്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് കയറി പറ്റുക, പിന്നീട് പതുക്കെ അപ്പോ ഭരണചക്രം തിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു കഴിവ് തന്നെയാണ്. മറ്റു വ്യക്തികളെല്ലാം തന്നെ അതിന് നോക്കൂത്തുകളായി മാറുന്ന ഒരു സാഹചര്യവുമാണ് അല്ലെ. അത് നമ്മളവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അല്ലെ. അല്ല, അത് അഭിനന്ദിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മതമാണ് പ്രശ്നമെന്ന് ആർജവത്തോടു കൂടി തന്നെ പറയുന്നത്. അതാണ് ആ തന്റെ ഇടം ഇവിടെ മുസ്ലിം ലീഗിനെ ഉള്ളു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അത് ഉറച്ച പറയാൻ പറ്റും. അല്ല, അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ നിലപാട് മാറ്റണം എന്നാണ് എന്നോട് പലരും പറയുന്നത്. പക്ഷെ എന്റെ കൊക്കില് ജീവന് ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ അത് മാറ്റുകയില്ല എന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നവർക്കാണ് ആ സമൂഹത്തിൽ കൂടുതൽ പ്രിയം കിട്ടുന്നത്. ഈ ഒരു സമൂഹം മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ നേതാക്കന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ സമൂഹം അങ്ങനെയാണെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് അത്തരം നേതാക്കന്മാരെ ഉയർന്നു വരികയുള്ളൂ. ഷാജിയെ പോലൊരാണ് ഉയർന്നു വരുന്നത് ഈ ചിന്താഗതികൾ പിന്തുടരുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നാണ്. അദ്ദേഹം ഇപ്പൊ അങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. ഓർക്കുക, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ഉഗാണ്ടയിലും എത്യോപ്യയിലും ആമസോൺ കാടിലും എവിടെ എന്ത് നടന്നാലും പ്രതികരണ ശേഷിയുടെ നാക്ക് 7 മുഴം നീളത്തില് ഈ ചാനലിന്റെയും പത്രത്തിന്റെയും മുമ്പിൽ വാരി വിതറുന്ന ആൾക്കാരുണ്ടല്ലോ. എന്തെങ്കിലും പ്രസ്താവന കണ്ടോ? ഒരു പ്രസ്താവന കണ്ടോ? എന്താ കാരണം? അവരും ഇതേ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ വിജയം ആഘോഷിക്കാൻ നടന്നവരാണ്. ഉദാഹരണത്തിന്, എങ്ങനെ ലീഗിനെ കൂട്ടി അടുത്ത 3ാമത്തെ ഭരണം കൊണ്ടുവരാമെന്ന് പിണറായി വിജയൻ കിണഞ്ഞ് പരിശ്രമിച്ചു. അവർ വന്നില്ല എന്നതുകൊണ്ട്. അവരെന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗിന് കോൺഗ്രസിൽ കിട്ടുന്ന ആ സർവ്വ സ്വാതന്ത്ര്യം അത് ഒരിക്കലും LDFൽ കിട്ടുകയില്ലെന്ന് അവർക്കറിയാം. അവർക്ക് KM മാണിയുടെ പുത്രന്റെ, അതായത് ജോസ് കെ മാണിയുടെ അവസ്ഥ അറിയാം. ജോസ് കെ മാണി ഇപ്പോൾ സംപൂജ്യനാകുന്നതിന് മുൻപേ തന്നെ ഞാൻ പറയുകയാണ്, അവർക്കറിയാം. കാരണം ജോസ് കെ മാണിക്ക് ശബ്ദമില്ലായിരുന്നു LDFൽ വന്നപ്പോൾ. ഇവർക്കും അത്രേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവർ ബുദ്ധിപരമായി കാത്തുനിന്നു. അവര് പുലി പതുങ്ങുന്നത് പോലെ കാത്ത് നിന്ന് ആ സുവർണ അധികാരം അവരുടെ കയ്യിലേക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്.